ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അമൃതപ്പൊടി ആയിട്ടാണ് കേട്ടോ. അമൃതപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 6 മാസം മുതൽ 3 വയസ്സ് വരെ നമ്മുടെ കുട്ടികൾക്ക് ഗവൺമെൻറ് ഈ അംഗനവാടി കൊടുത്തു വിടുന്ന ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് അമൃതപ്പൊടി. അപ്പോൾ ഈ അമൃതപ്പൊടി ശരിക്കും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ചിലർക്കെങ്കിലും അറിയുന്ന സംഭവമായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കാം. ഒരു പഴയ സംഭവം പറയാം. നമ്മുടെ സെർലാക്ക് ഈ സെർലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബേബി ഫുഡാണ് അല്ലേ. അപ്പോൾ ഇതിൽ 100 ഗ്രാമിൽ 2.7 ഗ്രാമോളം ഷുഗർ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് FSSAI എന്ത് ചെയ്തു, സെർലാക്കിനെതിരെ അന്വേഷണം വിടുകയും അത് അതിൻ്റെ സെയിൽസിനെയൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ചർച്ചാ വിഷയമൊക്കെയായ സംഭവമായിരുന്നു പോലും. അപ്പോൾ നമുക്ക് ഈ അമൃതപ്പൊടി ശരിക്കും നമ്മുടെ 6 മാസമായ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്നുണ്ട്, 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായമായ കുട്ടികൾക്കാണ് ഈ സംഭവം കൊടുക്കുന്നത്. പിന്നെ എഴുതിയിട്ടുണ്ട്, കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സംയോജിത ശിശു വികസന സേവന പദ്ധതിക്കു വേണ്ടി കുടുംബശ്രീ തയ്യാറാക്കുന്ന ഉൽപ്പന്നം അംഗനവാടി ഉപഭോക്താക്കൾക്ക് മാത്രം. ഇത് നമുക്ക് കടയിൽ പോയാൽ കിട്ടൂല, അംഗനവാടി വഴി മാത്രമേ കിട്ടത്തുള്ളൂ. വീണ്ടും ഈ കുറുക്ക് തയ്യാറാക്കുന്ന സൈഡിലും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പൂരക പോഷക ആഹാരം 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിലെ ചേരുവകളാണ്. ഈ ചേരുവകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ എന്നൊക്കെയാണ് കേട്ടോ. ഗോതമ്പ് 45%, നമ്മൾ വീറ്റുണ്ടല്ലോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്, ഇത് 45% ഇട്ടുള്ളത്. അതുപോലെ കടലപ്പരിപ്പ് 15%, നിലക്കടല 10%, സോയ 10%. അതിന് ശേഷം എഴുതിയ ആളാണ് വില്ലൻ. പഞ്ചസാര 20%. 100 ഗ്രാം അമൃതപ്പൊടി എടുക്കുമ്പോൾ അതിൽ 20%-ഓളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് 6 മാസം പ്രായമായ ഒരു കുട്ടിക്ക് പഞ്ചസാര? പിന്നെ ഇത്രയും ഈ ധാന്യങ്ങളൊക്കെ ഒന്നിച്ചൊരു 6 മന്ത് പ്രായമായ ഒരു കുട്ടിക്ക് കൊടുത്ത അവരുടെ ദഹനത്തെ അത് എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക? നമ്മളെ ഗവൺമെൻറ്റിന് ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഞാനിത് യൂട്യൂബിൽ എൻ്റെ കുട്ടിക്ക് എന്ത് ഫുഡ് കൊടുക്കണം എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ഫേമസ് ഡോക്ടർ എടുത്തെടുത്ത് പറയുന്നത് കേട്ടു, 8 മന്തായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് അമൃതപ്പൊടി കൊടുത്താൽ മതി. ഫുഡ് ചാർട്ട് പറയുമ്പോൾ 8 മന്തായിട്ട് കൊടുത്താൽ മതി. ഞാനും ഇതുപോലെ ഒരു പീഡിയാട്രിഷ്യനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, 8 മാസം 9 മാസമൊക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ ഈ അമൃതപ്പൊടി ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട. 6 മന്ത് സമയത്ത് എന്ത് കൊടുത്ത് തുടങ്ങണം എന്നുള്ള ചോദ്യത്തിന് ആ ഡോക്ടറോട് അമൃതപ്പൊടി കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഒരു 8-9 മാസമൊക്കെ ആയിക്കോട്ടെ എന്നിട്ടൊക്കെ കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയും എന്താ പറയുക, ധാന്യങ്ങളൊക്കെ അടങ്ങുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് അത് ദഹനത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞതെന്ന കാരണം. അപ്പോൾ ഇത് ശരിക്കും 6 മാസമായ കുട്ടികൾക്ക് ശരിക്കും കൊടുത്തു വിടേണ്ടതുണ്ടോ? 6 മാസമായ കുട്ടികൾക്ക് ഇതിനേക്കാളും കുറച്ചുകൂടെ നന്നായിരിക്കുക രാഗിയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. നമുക്കറിയാം, മുലയൂട്ടുന്ന അമ്മമാർക്ക്, ഗർഭിണികൾക്കൊക്കെ ഈ ചെറുപയർ അതുപോലെ റാഗിയൊക്കെ കൊടുത്തു വിടും അല്ലേ. അതുപോലെ 6 മന്ത് 8 മന്ത് വരെയൊക്കെ കുട്ടികൾക്ക് റാഗി, കുന്നമ്പഴത്തിൻ്റെ പൗഡർ അല്ലെങ്കിൽ റാഗി പൗഡേഴ്സ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എങ്കിലും കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ കുടുംബശ്രീത്തോ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഉപകാരപ്രദമാവും അല്ലേ. നമ്മളൊരു സാധനം ഇത് ശരിക്കും 6 മന്തുള്ള കുട്ടികളൊന്നും എല്ലാ വീട്ടിലൊന്നും കഴിക്കാറൊന്നും ഉണ്ടാവില്ല. വലിയ കുട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റും പുട്ടൊക്കെ ഉണ്ടാക്കിയായിരിക്കും യൂസ് ചെയ്യുന്നത്. എങ്കിലും ചിലരെങ്കിലും നമ്മളെ ഗവൺമെൻറ്റിനെ വിശ്വസിക്കും. അംഗനവാടി ടീച്ചേഴ്സ് തരുന്നതല്ലേ, അവരെന്തായാലും നമ്മളെ കുട്ടികൾക്ക് നല്ല കാര്യം ചെയ്യുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ അമൃതപ്പൊടി മേടിച്ചിട്ട് എന്ത് ചെയ്യും, കുട്ടികൾക്ക് 6 മന്ത് സ്റ്റാർട്ടിങ് ഫുഡൊക്കെ ആയിട്ട് അമൃതപ്പൊടി കൊടുക്കുന്ന പാരൻസും ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അവർ ഈ ഷുഗറിനെ കുറിച്ചിട്ടോ അത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കില്ല. കുഞ്ഞു കുട്ടികളുടെ ദഹനത്തിനെ കുറിച്ചിട്ട് വലിയ വിവരമില്ലാത്തവരൊക്കെ ആയിരിക്കും. അപ്പോൾ
അതുപോലെ ഡോക്ടേഴ്സിനെ ഒന്നും ഡിസ്കസ് ചെയ്യില്ല. കാരണം അംഗനവാടി ടീച്ചേഴ്സിന് നമുക്കില്ലാത്തൊരു വിശ്വാസം അല്ലേ, അവർ തരുന്നതാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കും. അപ്പോൾ ഇത് ശരിക്കും 6 മാസമായ കുട്ടികൾക്ക് ഈ അമൃതപ്പൊടി ഇനി ഗവൺമെൻറ് സപ്ലൈ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിന് പകരം കുട്ടികൾക്ക് മുത്താര പോലുള്ള, മുത്താരൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാൻ പറ്റിയ നല്ല കുറുക്കല്ലേ, മുത്താരൊക്കെ കൊടുക്കുക. പൗഡേഴ്സൊക്കെ കൊടുക്കാൻ പാരൻസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, വിശ്വസിച്ച് കൊടുക്കാൻ ഒരു പേടിയായിരിക്കും. ഈ മുത്താര പോലുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടാൽ കുട്ടികൾക്ക് കുറച്ചുകൂടെ വിശ്വാസത്തോടെ അവർക്ക് തന്നെ കേകി ഉണക്കി പൊടച്ച് വെച്ചാൽ ഈസി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അമൃതപ്പൊടിയെ കുറിച്ചിട്ട് പല വിവാദങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, പുഴുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എത്രമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിൽ അവർ എഴുതിയിട്ടുള്ള ഈ ഷുഗർ അത് കുറച്ച് പ്രശ്നം തന്നെയാണ്. ചെറിയ മക്കൾക്കൊന്നും ഷുഗറിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് മധുരം അങ്ങനത്തെ അത് പറ്റാത്തൊരു സമയത്ത് മാത്രം നമ്മൾ പനങ്കൽക്കണ്ടം, അതുപോലെ ഹണി, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഷുഗർ, ഈത്തപ്പഴം, അതൊക്കെ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഷുഗറൊന്നും ഇത്ര ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ ഇനി അമൃതപ്പൊടിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ? ഒരു 8 മാസമൊക്കെ കഴിഞ്ഞിട്ട് അമൃതപ്പൊടി കൊടുത്താൽ പോരെ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.